ഈ പഴയ ഒരു ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കാണുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മോദിയും കൂട്ടരും നിൽക്കുന്നത് രാജേഷ് ജ്വല്ലറി എന്ന സ്ഥാപനത്തിന് മുന്നിലാണ്. മോദിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് രാജേഷ് മേത്ത. പഴയ സുഹൃത്തുക്കളുടെ നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ചിത്രമൊന്നുമല്ല ഇത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് തട്ടിപ്പുകളിൽ ഒന്നിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഫോട്ടോ ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഈ ഫോട്ടോ ഇതുവരെ BJP നേതാക്കളോ പ്രധാനമന്ത്രിയുമായി ബന്ധമുള്ളവരോ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതുകൂടി പറയട്ടെ. ഈ രാജേഷ് മേത്തയുടെ രാജേഷ് എക്സ്പോർട്സ് എന്ന കമ്പനി 15 ലക്ഷം കോടിയുടെ വരുമാനം പെരുപ്പിച്ച് കാണിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് സെബി കണ്ടെത്തിയിരിക്കുന്നത്. അതെ, 15 ലക്ഷം കോടി രൂപ തന്നെ. ഇത് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളുടെയും ബജറ്റ് തുകയ്ക്ക് മുകളിലുള്ള ഒരു വലിയ സംഖ്യയാണെന്ന് കൂടി മനസ്സിലാക്കുക. രാജേഷ് എക്സ്പോർട്സ് എന്ന തട്ടിപ്പ് കമ്പനിയുടെ 10.8% ഓഹരി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ധനകാര്യ സ്ഥാപനമായ LIC വാങ്ങിയിട്ടുണ്ട് എന്നതുകൂടി മനസ്സിലാക്കുക. LIC വാങ്ങിയ ഷെയറുകൾ സുരക്ഷിത നിക്ഷേപമായിരിക്കുമെന്ന് കരുതി പല സാധാരണക്കാരും രാജേഷ് എക്സ്പോർട്സിന്റെ ഓഹരികൾ വലിയ വിലക്ക് വാങ്ങിക്കൂട്ടി. അതായത് വളരെ വലിയ തട്ടിപ്പാണ് അരങ്ങേറിയത്. എന്താണ് രാജേഷ് മേത്ത ചെയ്തത്? രാജേഷ് എക്സ്പോർട്സ് നടത്തിയ തട്ടിപ്പുകൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് വിശദമായി പരിശോധിക്കാം. രാജേഷ് ജെ മേത്ത ഒരു സാധാരണ വ്യവസായിയല്ല, ഗുജറാത്തി സമ്പന്ന വ്യവസായി. ബാംഗ്ലൂരു ആസ്ഥാനമായി 1989 ആരംഭിച്ച രാജേഷ് എക്സ്പോർട്സ് എന്ന കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ശുദ്ധീകരണ വ്യാപാര ശൃംഖലകളിൽ ഒന്നാണ് എന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. ബാംഗ്ലൂരിലും ഗുജറാത്തിലുമൊക്കെയായി സ്വർണ്ണ കച്ചവടമൊക്കെയായി വളർന്ന കമ്പനി പിന്നീട് ആഗോള സ്വർണ്ണ വ്യാപാര മേഖലയിലേക്ക് വ്യാപിച്ചു. സ്വിറ്റ്സർലൻഡിലെ ലോകപ്രശസ്തമായ വാൽക്കാംബി റിഫൈനറി രാജേഷ് മേത്ത ഏറ്റെടുത്തു. അങ്ങനെ മൊത്തത്തിൽ വളരെ ഇൻസ്പയറിംഗ് ആയ ഒരു കോർപ്പറേറ്റ് വിജയകഥ. ഇന്ത്യൻ ബിസിനസ് രംഗത്തിന്റെ വിജയകഥകളിൽ ഒന്നായാണ് രാജേഷ് എക്സ്പോർട്സിനെ വർഷങ്ങളോളം മാധ്യമങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. മീഡിയ ഇന്റർവ്യൂകളിലും വ്യവസായ സമ്മേളനങ്ങളിലും സർക്കാർ പരിപാടികളിലുമൊക്കെ രാജേഷ് മേത്ത സജീവ സാന്നിധ്യമായിരുന്നു. രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമായും വ്യവസായ പ്രമുഖരുമായും അദ്ദേഹത്തിനുള്ള ബന്ധങ്ങൾ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അതുപോലെ തന്നെ സുപ്രധാനമായ ഒരു കാര്യമാണ് രാജേഷ് മേത്തയുടെ കുടുംബ ബന്ധങ്ങൾ. അതായത് രാജേഷ് മേത്തയുടെ കുടുംബവും അദാനി കുടുംബവും തമ്മിലുള്ള ബന്ധം. 2012 രാജേഷ് മേത്തയുടെ മകൻ അമിത് മേത്ത ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയുടെ മകൾ പ്രീതി അദാനിയെ വിവാഹം കഴിച്ചു. അദാനിയുടെയും അംബാനിയുടെയും നിയന്ത്രണത്തിലുള്ള ഗോദി മീഡിയ ഇപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ മറച്ചുവെച്ചാണ് രാജേഷ് മേത്തയുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഈ വിഷയത്തിന്റെ കോറിലേക്ക് വരാം. 2026 ജൂൺ 3 സെബി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് ഇന്ത്യൻ ഓഹരി വിപണിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. രാജേഷ് എക്സ്പോർട്സിനും രാജേഷ് മേത്തയ്ക്കും സെക്യൂരിറ്റീസ് വിപണിയിൽ പ്രവേശിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയ സെബി കമ്പനി വർഷങ്ങളായി അവതരിപ്പിച്ച സാമ്പത്തിക കണക്കുകളെക്കുറിച്ച് അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ് നടത്തിയത്. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഏകദേശം 15.15 ലക്ഷം കോടി രൂപയുടെ വരുമാനം വ്യാജമായി കാണിച്ചു എന്നാണ് സെബിയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഇത് ഇന്ത്യയിലെ വമ്പൻ വ്യവസായ ഗ്രൂപ്പുകളുടെ വാർഷിക വരുമാനത്തോട് താരതമ്യം ചെയ്യാവുന്ന രീതിയിലുള്ള വലിയൊരു സംഖ്യയാണ്. ഈ വലിയ സംഖ്യയാണ് തങ്ങളുടെ വാർഷിക വരുമാനമായി രാജേഷ് എക്സ്പോർട്സ് കാണിച്ചത്. സെബിയുടെ അന്വേഷണത്തിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കമ്പനിയുടെ വിദേശ അനുബന്ധ സ്ഥാപനങ്ങളിലേക്കാണ്. സ്വിറ്റ്സർലൻഡിലെ പ്രവർത്തനങ്ങളിൽ നിന്നുമാണ് കമ്പനിയുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം എന്നാണ് രാജേഷ് എക്സ്പോർട്സ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ആ ഇടപാടുകൾ പരിശോധിക്കാൻ ആവശ്യമായ രേഖകൾ ലഭിച്ചില്ലെന്നാണ് സെബി പറയുന്നത്. സ്വിസ് സ്വകാര്യതാ നിയമങ്ങൾ കാരണം ചില വിവരങ്ങൾ കൈമാറാൻ കഴിയില്ലെന്നായിരുന്നു കമ്പനിയുടെ വിശദീകരണം. എന്നാൽ സെബിയുടെ പരിശോധന ഇത് ഗുരുതരമായ ക്രമക്കേടായി കണ്ടെത്തുകയായിരുന്നു. ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം LIC ഒക്കെ എന്തിന് ഈ തട്ടിപ്പ് കമ്പനിയുടെ ഇത്രയധികം ഷെയറുകൾ വാങ്ങിക്കൂട്ടി എന്നതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ LIC ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. കോടിക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളുടെ ജീവിത സമ്പാദ്യമാണ് LICയുടെ കൈവശമുള്ളത്. ഓരോ മാസവും സാധാരണക്കാർ അടയ്ക്കുന്ന പ്രീമിയം തുക LIC ഓഹരികളിലും ബോണ്ടുകളിലും മറ്റ് ധനകാര്യ ആസ്തികളിലും നിക്ഷേപിക്കുന്നു. അതിനാൽ LIC നടത്തുന്ന ഓരോ നിക്ഷേപ തീരുമാനവും കോടിക്കണക്കിന് പോളിസി ഉടമകളുടെ പണത്തെക്കുറിച്ചുള്ള തീരുമാനമാണ്. രാജേഷ് എക്സ്പോർട്സിൽ LIC ഏകദേശം 10.8% ഓഹരി കൈവശം വച്ചിരുന്നു. ഇതൊരു ചെറിയ നിക്ഷേപമല്ല. പൊതുമേഖലാ സ്ഥാപനമായ LIC ഒരു കമ്പനിയിൽ ഇത്രയും വലിയ ഓഹരി കൈവശം വെക്കുമ്പോൾ ആ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയും ഭാവി സാധ്യതകളും അപകട സാധ്യതകളും വിശദമായി വിലയിരുത്തിയിട്ടുണ്ടാകുമെന്നാണ് പൊതുജനങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ LIC നിക്ഷേപിച്ചിരിക്കുന്ന കമ്പനിയുടെ ഷെയറുകൾ പലരും കണ്ണടച്ചു വാങ്ങും. നിരവധി മ്യൂച്വൽ ഫണ്ടുകൾ രാജേഷ് എക്സ്പോർട്സിൽ നിന്ന് അകലം പാലിച്ചിരുന്ന കാലഘട്ടത്തിലും LIC ഈ കമ്പനിയിലെ ഓഹരി പങ്കാളിത്തം നിലനിർത്തി എന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. ചില സാമ്പത്തിക വിദഗ്ധർ രാജേഷ് എക്സ്പോർട്ടിന്റെ വരുമാന ഘടനയെക്കുറിച്ച് നേരത്തെ തന്നെ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.
അതായത് എല്ലാം അറിഞ്ഞുകൊണ്ട് ബോധപൂർവം തന്നെയാണ് LIC രാജേഷ് എക്സ്പോർട്സിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. LICക്ക് നഷ്ടമുണ്ടാകുമ്പോൾ അതിന് ഒരു സ്വകാര്യ കമ്പനിയുടെ നിക്ഷേപ നഷ്ടം പോലെ കാണാൻ കഴിയില്ല. LICയുടെ പണം സാധാരണ ജനങ്ങളുടെ സമ്പാദ്യമാണ്. തീർച്ചയായും ഉന്നതമായ ഒരു ഇടപെടൽ ഉണ്ടായതിനാൽ മാത്രമാകും LIC രാജേഷ് എക്സ്പോർട്സിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടാവുക. മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ രാഷ്ട്രീയ കോർപ്പറേറ്റ് ബന്ധം എല്ലാ തലങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. മോദിക്ക് വേണ്ടി ശബ്ദിക്കാൻ കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളെ വരെ വിലക്ക് വാങ്ങി. ക്രോണി ക്യാപിറ്റലിസം നാടുഭരിച്ചു. അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ പേരുകൾക്കൊപ്പം മോദിയുടെ പേര് മിക്കപ്പോഴും ഉയർന്നു കേട്ടു. ഗുജറാത്തി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് മോദി വിദേശയാത്ര നടത്തുന്നതും വിദേശ രാജ്യങ്ങളുമായി കരാറുകളിൽ ഒപ്പിടുന്നതും എന്നുവരെ ആരോപണങ്ങൾ ഉയർന്നു. ഈ കോർപ്പറേറ്റ് ബന്ധം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് തട്ടിപ്പുകളിൽ ഒന്നിന്റെ പശ്ചാത്തലത്തിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഇത്രയും വലിയ ആരോപണം ഉയർന്നിട്ടും പ്രതിപക്ഷമായ കോൺഗ്രസ് ഒരു അന്വേഷണ ആവശ്യത്തിന് പുറത്ത് മറ്റൊന്നും ചെയ്തിട്ടില്ല. എന്താകും ഈ വിഷയത്തിലെ അന്വേഷണത്തിന്റെ ഭാവി എന്ന് കണ്ടറിയാം.